ഹായ് നമസ്കാരം. IPL വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇന്ന് ഗുജറാത്തും ഡൽഹിയും തമ്മിലുള്ള മത്സരത്തിൽ ടോസ് ലഭിച്ച ഗുജറാത്ത് ഡൽഹിയെ ബാറ്റിംഗിന് അയച്ചു. ഡൽഹി 4 വിക്കറ്റ് നഷ്ടത്തിൽ 224 റൺസ് സ്കോർ ചെയ്തു. തുടക്കത്തിൽ ഡൽഹിയുടെ വിക്കറ്റുകൾ പെട്ടെന്ന് പോയെങ്കിലും പിന്നീട് ഋഷഭ് പന്ത് ഒരു ക്യാപ്റ്റന്റെ യഥാർത്ഥ ഇന്നിംഗ്സ്. ഋഷഭ് പന്തും സ്റ്റെപ്സും കൂടി അവസാനത്തിൽ 19 പന്തുകളിൽ 67 റൺസാണ് ഡൽഹിക്ക് വേണ്ടി സ്കോർ ചെയ്തത്. ഇതിനിടയ്ക്ക് ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ഗിൽ കാണിച്ചൊരു മണ്ടത്തരം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 19ാമത്തെ ഓവർ എറിയാൻ കൊണ്ടുവരുന്നത് സായ് കിഷോർ എന്ന ഓൾറൗണ്ടറെ, സ്പിൻ ബൌളറെയാണ്. അദ്ദേഹം അതുവരെ ഒരു ഓവർ പോലും എറിഞ്ഞിട്ടില്ല. നല്ല മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്നു ഋഷഭ് പന്ത്. സ്റ്റെപ്സ് ക്രീസിലെത്തിയിരിക്കുന്നു. ഈ സമയത്താണ് ആ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. 100% ഗുജറാത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ആ ഒരു ഓവർ. 22 റൺസാണ് വിട്ടുകൊടുത്തത്. ആ ഒരു തീരുമാനമെടുക്കുമ്പോൾ മറ്റൊരു വശം കൂടി നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് ടീമിൽ ഇടം പിടിച്ച മലയാളി ബൌളർ സന്ദീപ് വാര്യർ വെറും 15 റൺസ് വിട്ടുകൊടുത്ത് വിലപ്പെട്ട 3 വിക്കറ്റുകൾ പിഴുതു നിൽക്കുന്ന ബൌളറാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു ആ ഒരു മാറ്റം. മോഹിത് ശർമ്മ എറിഞ്ഞ അവസാന ഓവറിൽ ഡൽഹി സ്കോർ ചെയ്തത് 20 റൺസാണ്. ടോട്ടൽ 224. ടീം 11-ൽ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് ആ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഡേവിഡ് വാർണർ മോശം ഫോമിലാണുള്ളത്. അദ്ദേഹത്തിന് പകരം വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ഷായ് ഹോപ്പ് ടീമിൽ ഇടം നേടുമെന്ന്. പക്ഷേ അദ്ദേഹം ടീമിൽ ഇടം നേടി. അദ്ദേഹത്തിനും പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 5 റൺസ് എടുത്ത് അദ്ദേഹം ഔട്ടായിരുന്നു.